Hello everyone. Today we are dealing with time dilation. The time interval between two events are influenced by the relative motion of the frames. അപ്പോൾ നമ്മൾ റിലേറ്റിവിറ്റിയിലും ഫ്രെയിംസ് ഓഫ് റെഫറൻസിലൊക്കെ കൺസിഡർ ചെയ്തതുപോലെ രണ്ട് ഫ്രെയിംസ് നമ്മൾ കൺസിഡർ ചെയ്യാം, എസ് ഫ്രെയിം ആൻഡ് എസ് ഡാഷ് ഫ്രെയിം. Of course, S frame is at rest and S dash frame is moving with a velocity v plus v in the positive x direction. Okay. അപ്പോൾ ഈ രണ്ട് ഫ്രെയിംസും കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇവൻറ്റിനെ കൺസിഡർ ചെയ്യാം. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒരു രണ്ട് ഇവൻറ്റ്സ് രണ്ട് ടൈമിൽ നടക്കുന്നു എന്ന് വിചാരിക്കും. T1 എന്ന് പറഞ്ഞ ടൈമിലും or in the case of S dash frame, let us take the time coordinate as T1 dash and T2 dash. അപ്പോൾ ഒരു പൊസിഷൻ x1 dash or x dash എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷനിൽ രണ്ട് ഇവൻറ്റ്സുകൾ നടക്കുന്നു, രണ്ട് ടൈമിൽ രണ്ട് ഇവൻറ്റ്സുകൾ നടക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇവൻറ്റ്സുകൾ തമ്മിലുള്ള ടൈം ഇൻ്റർവെൽ എന്തായിരിക്കും? T2 minus T1 is the time interval between the two events occurred at a position x dash in S dash frame. അപ്പോൾ ഇതേ ഇവൻറ്റ് തന്നെ നമ്മൾ എസ് ഫ്രെയിമിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ് എന്ന് പറഞ്ഞ പൊസിഷനിൽ രണ്ട് ഇവൻറ്റ്സുകൾ നടക്കുന്നു, T1 എന്ന് പറഞ്ഞ ടൈമിലും T2 എന്ന് പറഞ്ഞ ടൈമിലും. അപ്പോൾ എസ് ഫ്രെയിമിൽ ഈ രണ്ട് ഇവൻറ്റ്സും തമ്മിലുള്ള ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് T2 മൈനസ് T1 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈം ഇൻ്റർവെലുകളും തമ്മിൽ ലെറ്റ് us take T2 minus T1 as delta T and T2 dash minus T1 dash as delta T0. ഇത് രണ്ടുമാണ്. ഇത് എസ് ഫ്രെയിമിലുള്ള ടൈം ഇൻ്റർവെല്ലാണ്, ഇത് എസ് ഡാഷ് ഫ്രെയിമിലുള്ള ടൈം ഇൻ്റർവെല്ലാണ്. അപ്പോൾ ഈ രണ്ട് ടൈം ഇൻ്റർവെല്ലും ഈക്വൽ ആണോ അതോ ഇഫ് ദർ ഈസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ T0 ആൻഡ് ഡെൽറ്റ T, ലെറ്റ് us ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൈം ഇൻ്റർവെല്ലും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ രണ്ട് ടൈം ഇൻ്റർവെല്ലും തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കും ഇഫ് യു ആർ കൺസിഡറിങ് ദീസ് കൈൻഡ് ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ് ഏർലിയർ. The time interval between two events is also influenced by the relative motion of the two frames. Okay, for this as usual we are considering two frames, S frame and S dash frame. S dash frame is obviously moving with a velocity v in the positive x direction. S frame is at rest, so we can write the transformation equation for time in S dash frame with respect to S frame. So let us write it out. We know that T is equal to T dash is equal to T minus Vx by c square divided by root of 1 minus v square by c square. This is the transformation equation for time in S dash frame, where T is the time coordinate in S frame, V is the velocity of the frame which is moving with a velocity v, and x is the space coordinate in S frame, and c is of course velocity of light. So this is the relation between T and T dash using Lorentz transformation equation. If the observer is in the frame S dash ഫ്രെയിമിലാണ് നമ്മുടെ ഒബ്സർവർ ഇരിക്കുന്നതെങ്കിൽ ഒബ്സർവർക്ക് ഫീൽ ചെയ്യുന്നത് എസ് ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് എ മൈനസ് v വെലോസിറ്റി.
എസ് ഡാഷ് ഫ്രെയിമിലാണ് ഒബ്സർവർ എങ്കിൽ ആൾക്ക് ഫീൽ ചെയ്യുന്നത് എസ് ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് എ നെഗറ്റീവ് വി വെലോസിറ്റി, മൈനസ് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഫോർ ടി, അതായത് ടൈം കോർഡിനേറ്റിൻ്റെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് ഡാഷ് ഫ്രെയിമിലുള്ള കോർഡിനേറ്റ് വെച്ചിട്ട് നമുക്ക് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എഴുതാൻ പറ്റും. അതിന് ഇൻവേഴ്സ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയും. നമ്മുടെ മൈനസ് വി എന്നുള്ളത് മൈനസ് വി ആയിട്ട് മാറും. ദെൻ ദി ഇക്വേഷൻ വിൽ ബിക്കം ടി ഇസ് ഈക്വൽ ടു ടി പ്ലസ് Vx divided by c square divided by root of 1 minus v square by c square. Okay, this is the Lorentz transformation equation, inverse Lorentz transformation equation of the time coordinate in S frame with respect to S dash frame. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇവൻ്റ് നടക്കുമ്പോൾ രണ്ട് ടൈമുകളിലാണ്, T1 എന്ന് പറഞ്ഞ ടൈമിലും T2 എന്ന് പറഞ്ഞ ടൈമിലുമാണ് രണ്ട് ഇവൻറ്റുകൾ നടക്കുന്നത്. അപ്പോൾ ആ ഇവൻറ്റുകളുടെ ടൈം ഇൻ്റർവെൽ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം അക്കോർഡിംഗ് ടു ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട്. ഓക്കെ, നമ്മളിവിടെ ഒബ്സർവർ നിൽക്കുന്നത് എസ് ഡാഷ് ഫ്രെയിമിലാണ്. എസ് ഡാഷ് ഫ്രെയിമിൽ ഒബ്സർവർ നിൽക്കുമ്പോൾ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ഇൻ്റർവെലിനെ പ്രോപ്പർ ടൈം ഇൻ്റർവെൽ എന്ന് പറയും. ഡെൽറ്റ T0 എന്ന് പറയുന്നത് പ്രോപ്പർ ടൈം ഇൻ്റർവെൽ. ആസ് വി സ്റ്റഡീഡ് ഇൻ ദ ലെങ്ത് കോൺട്രാക്ഷൻ we use the term proper length. Here also we are using the term proper time interval, which is the time interval in S dash frame when the observer is in S dash frame. Okay, അപ്പോൾ ഡെൽറ്റ T0 കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ ടിയും തമ്മിൽ ഈക്വൽ ആണോ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. വാട്ട് ഈസ് ടി ഡെൽറ്റ T0 which is T2 dash minus T1 dash, what is T2 dash and what is T1 dash, and what is T2 minus T1 which is delta T. This is the time interval, and we have the equation for T2 and T1 by using this equation. We have the equation for T2. T2 is equal to T2 plus T2 dash plus Vx dash. Here is dash Vx dash. This is the space coordinate in S dash frame. This is T dash. T2 can be written as T2 is equal to T2 dash plus Vx dash divided dash divided by c square divided by root of 1 minus v square by c square. And T1 is equal to T1 dash plus Vx dash divided by c square root of 1 minus v square by c square. ഇവിടെ x1 ഡാഷും x2 ഡാഷും ഉപയോഗിക്കാത്തതിനുള്ള കാരണം ഒരേ പൊസിഷനിലാണ് രണ്ട് ഇവൻറ്റും രണ്ട് ടൈമിൽ നടക്കുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സ് ഡാഷ് ഫ്രെയിമിലാണ് ഇവൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ x1 ഡാഷും x2 ഡാഷും സെപ്പറേറ്റ് കൺസിഡർ ചെയ്യാത്ത. ഒരു പൊസിഷനിൽ രണ്ട് ടൈമിൽ രണ്ട് ഇവൻറ്റ് നടക്കുന്നു, അതാണ് നമ്മുടെ കൺസിഡറേഷൻ. അപ്പോൾ T2 is equal to T2 dash plus Vx dash by c square by 1 minus v square by c square, and T1 is equal to T1 dash plus Vx dash divided by c square root of 1 minus v square by c square. Okay, let us number this is 1 and 2. Let us minus 1 from 2, then you will get T2 minus T1. T2 minus T1 is equal to this is a common term, root of 1 minus v square by c square is common, then it will, this is also common, so which will become T2 dash minus T1 dash. Okay, so T2 minus T1 is equal to
t2 minus t1 into some quantity 1 by root of 1 minus v square by c square. So t2 minus t1 is equal to t2 minus t1 t2 dash minus t1 dash into 1 by root of 1 minus v square by c square. And what is t2 minus t1 is, which is delta t. Delta t is equal to, this is delta t0 into 1 by root of 1 minus v square by c square. This is the relation between time interval of two events in S frame and S dash frame. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇതിലേതാണ് ഗ്രേറ്റർ എന്ന് നോക്കി ചെക്ക് ചെയ്യും. ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ t0 ഇൻറ്റു സം ക്വാണ്ടിറ്റി. ഇവിടെ v is always less than c square, so which is approximately equal to delta t0. Since this is approximately equal to 1 for normal events, നോർമൽ ഇവൻസിൽ സാധാരണ നടക്കുന്ന ഇവൻറ്റുകളിൽ എപ്പോഴും ഇത് കോമൺ ആയിരിക്കും, ഏതാണ്ട് ഈക്വൽ ആയിരിക്കും. സിൻസ് വി ഈസ് വെരി വെരി ലെസ് ദാൻ വി ഈസ് വെരി ലെസ് ദാൻ സി, സോ ദാറ്റ് 1 minus v square by c square is approximately equal to 1. 1 minus a small quantity is approximately equal to 1. 1 by 1 is equal to 1. So delta t is equal to delta t0. This is the case. And ഈ ഒരു രണ്ടും ഈക്വലായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഏതാണ്ട് രണ്ടും ഈക്വലായിട്ട് വരുന്നുണ്ട്. പക്ഷേ ചില ഫിസിക്കൽ ഫിനോമിനാസ് ഉണ്ട്, ലൈക്ക് മ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ ലൈഫ് ടൈമൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ, അതിൻ്റെ മൂവ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡെൽറ്റ t0 എന്ന് പറഞ്ഞ വാല്യൂ ഗ്രേറ്റർ ആവാനുള്ള സാധ്യത വരുന്നുണ്ട്. അവിടെ വരുന്നത് ഈ v എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു c ആയിട്ട് വരും. ഏകദേശം 0.998 ആണ്. ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുക. മിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ലെപ്റ്റോൺ ഗ്രൂപ്പിൽ വരുന്ന പാർട്ടിക്കിളാണ് മിയോൺ എന്ന് പറയുന്നത്. മിയോൺ എന്ന് പറയുന്നത് ലെപ്റ്റോണിൽ വരുന്ന ഒരു പാർട്ടിക്കിളാണ്. ഈ ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി ഓഫ് മിയോൺ is equal to 0.9986. അപ്പോൾ സിയുടെ അടുത്താണ് അതിൻ്റെ വെലോസിറ്റി വരുന്നത്. അപ്പോൾ വെലോസിറ്റി സിയുടെ അടുത്തായത് കൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷനിലെ നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്ന ടേം ഇതാണ് 1 minus v square by c square. അപ്പോൾ ഇത് രണ്ടും ഈക്വലായിട്ട് വന്നു കഴിഞ്ഞാൽ, അപ്രോക്സിമേറ്റ്ലി ഈക്വലായിട്ട് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ t0 by 1 minus v square by c square ആണ്. സോ ദിസ് delta t is approximately ഒരു ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് വരും. കാരണം 1 minus 1ൻ്റെ അടുത്ത് വരുന്നൊരു ക്വാണ്ടിറ്റിയാണ് ഇത് വരിക. സോ ഈ ഒരു ക്വാണ്ടിറ്റി വളരെ ചെറുതായിരിക്കും. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ അതിനേക്കാൾ ചെറുതായിരിക്കും. ഡെൽറ്റ t0 ഡിവൈഡ് ബൈ എ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈ ഡെൽറ്റ ടിയുടെ വാല്യൂ കൂടാനുള്ള സാധ്യതയാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഗ്രേറ്റർ ആവുക. വെൻ ദിസ് ക്വാണ്ടിറ്റി ഈസ് വെരി വെരി സ്മോൾ, ദെൻ ഡെൽറ്റ ഈസ് വെരി വെരി ഹൈ. ഡെൽറ്റ ടി എന്ന് പറയുന്നത് വലുതായിരിക്കും. അപ്പോൾ ടൈം interval between two events in
S frame is greater than the time interval between two events in S dash frame. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ എസ് ഫ്രെയിമിലുള്ള ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞത് കൂടുതലായിരിക്കും. അതിൻ്റെ മീനിങ് എന്താ? അവിടെ ടൈം ഡിലേഷനാണ് നടക്കുന്നത്, ടൈം ഡിലേഡ് ആവുകയാണ് ചെയ്യുന്നത്. എസ് ഡാഷ് ഫ്രെയിമിനെ കൺസിഡർ ചെയ്യുമ്പോൾ എസ് ഫ്രെയിമിൽ ടൈം ഡിലേഷൻ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് കുറവാണ്. ഡെൽറ്റ ടി സീറോ എന്ന് പറയുന്ന പ്രോപ്പർ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇൻ ദ കേസ് ഓഫ് എസ് ഫ്രെയിമിൽ നമ്മൾ എസ് ഡാഷ് ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് എസ് ഫ്രെയിമിൽ കുറച്ചുകൂടി ടൈം ഡിലേ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ടൈം ഡിലേഷൻ എന്ന് പറയാനുള്ളത്. ഓക്കെ, വേണമെങ്കിൽ ഈ മ്യൂൺ മ്യൂൺ പാർട്ടിക്കിളിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിതൊന്ന് എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്യാൻ പറ്റും. അത് നമുക്ക് നോക്കാം. സോ നമ്മൾ പറഞ്ഞത് ഒരു മ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മ്യൂണിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളാണ്. ലെപ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ വരുന്നൊരു പാർട്ടിക്കിളാണ്. അപ്പോൾ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ലൈഫ് ടൈം ഓഫ് മ്യൂ പ്ലസ് മ്യൂ മൈനസ് എല്ലാം പാർട്ടിക്കിൾസും ഉണ്ട്. അപ്പോൾ മ്യൂ പ്ലസ് മ്യൂൺസിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 2.2 × 10⁻⁻6 സെക്കൻഡ്സ് ആണ്. ഇത്രയാണ് ഒരു മ്യൂണിന് ലൈഫ് ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അത് ഡീക്കേ ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇസ് അപ്രോക്സിമേറ്റ്ലി സി വെലോസിറ്റിയുടെ അടുത്താണ് വരുന്നത്. 0.998 c ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ലൈഫ് ടൈമിൻ്റെ ഉള്ളിൽ അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ, ലൈഫ് ടൈം വിച്ച് ഈസ് ഈക്വൽ ടു 0.653 മീറ്റർ ആണ് വരുന്നത്. നമുക്ക് മ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ ലൈഫ് ടൈമിനെ ടൈം ഇൻ്റർവെല്ലായിട്ട് എടുക്കാം, വിച്ച് ഇസ് ഒരു മൂവിങ് പാർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ മൂവിങ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എസ് ഡാഷ് ഫ്രെയിമിലാണ് ഈ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. എസ് ഡാഷ് ഫ്രെയിമാണ് മൂവ് ചെയ്യുന്ന ഫ്രെയിം. സോ എസ് ഡാഷ് ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 0.998 c ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദിസ് പാർട്ടിക്കിൾ ഈസ് റെസ്റ്റ് അല്ലേ. എസ് ഡാഷ് ഫ്രെയിമിൽ റെസ്റ്റ് ആയിരിക്കും. കാരണം എസ് ഡാഷ് ഫ്രെയിം മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 0.998 c ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കിൾ എസ് ഡാഷ് ഫ്രെയിമിൽ റെസ്റ്റിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എസ് ഫ്രെയിമിൽ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ടൈം ഇൻ്റർവൽ ലൈഫ് ടൈം എത്രയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി സീറോ ഡിവൈഡ് ബൈ 1 - c²/c². അപ്പോൾ ഡെൽറ്റ ടി കണ്ടുപിടിക്കാം. ഡെൽറ്റ ടി സീറോ ആയിട്ട് എടുക്കുന്നത് 2.2 × 10⁻⁶ സെക്കൻഡ്സ് ഡിവൈഡ് ബൈ √1 - ദിസ് ഇസ് v 0.998 c ഡിവൈഡ് ബൈ c². ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ടൈം എന്ന് പറയുന്നത് 34.8 × 10⁻⁻6 സെക്കൻഡ്സ് ആണ്. അപ്പോൾ എസ് ഡാഷ് എന്ന് പറഞ്ഞ ഫ്രെയിം ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നത് മ്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്കിൾ ഹാസ് എ ഗ്രേറ്റർ ലൈഫ് ടൈം അല്ലേ. ഇവിടെ ടൈം ഡിലേഷൻ കൂടുതലാണ്. 34.8 × 10⁻⁶ സെക്കൻഡ്സ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 2.2 × 10⁻⁶ സെക്കൻഡ്സേ ഉള്ളൂ. ഇവിടെ 34.8 × 10⁻⁻6 സെക്കൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ടൈം ഡിലേഷൻ കൂടുതൽ. അപ്പോൾ ആ ഒരു ലൈഫ് ടൈമിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ മ്യൂ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂണിന് കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി 0.998 c × 34.8 × 10⁻⁶ സെക്കൻഡ്സ് വിച്ച് ഇസ് ഈക്വൽ ടു 10.4 മീറ്റേഴ്സ്. അപ്പോൾ 10.45 മീറ്റർ നോക്കുമ്പോൾ നമുക്ക് ഏതിലാണ് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എസ് ഫ്രെയിമിലാണ്. എസ് ഫ്രെയിമിൽ കവർ 10.4ഉം എസ് ഡാഷ് ഫ്രെയിമിൽ അപ്രോക്സിമേറ്റ്ലി 0.66 മീറ്റേഴ്സുമാണ് കവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ കവർ ചെയ്യുന്നത് അവിടെ ലൈഫ് ടൈം കൂടുതലുള്ളത് കൊണ്ടാണ്. വെലോസിറ്റി സെയിം ആയിരിക്കും,
രണ്ട് ഫ്രെയിമിലും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടൈം ഡിലേഷൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഹോപ്പ് you understand the time dilation concept, and let's stop this session here. Okay, thank you.